ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ നന്ദയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. തൻ്റെ കുഞ്ഞ് 4 മാസം വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും പെട്ടെന്ന് 6 മാസം കൂടി കടന്നുപോയാൽ മതിയെന്നായിരുന്നു നന്ദയുടെ പ്രാർത്ഥന. എന്നാൽ അനന്തന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. നന്ദയും അനന്തനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അനന്തന്റെ പരിചയക്കാരിയായ ഗൈനക്കോളജിസ്റ്റ് നിയമവിരുദ്ധമായി കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തിയതായിരുന്നു അനന്തന്റെ അസ്വസ്ഥതയ്ക്ക് കാരണം കുഞ്ഞ് പെണ്ണായിരുന്നു. ആൺകുഞ്ഞിനെ വേണമെന്നതും അവനെ ലാളിച്ച് ഭക്ഷണമാക്കണമെന്നുമൊക്കെ അനന്തന്റെ സ്വപ്നമായിരുന്നു. എന്നാൽ നന്ദയുടെ സ്വപ്നം നേരെ തിരിച്ചായിരുന്നു. പെൺകുഞ്ഞിന് കൺമഷി എഴുതി കൊടുക്കുന്നത് മുതൽ കുപ്പിവളക്കിലുക്കത്തിലൂടെ അവളുടെ ഓരോ ജീവിത കാലഘട്ടങ്ങളും ആസ്വദിച്ച് കണ്ട് അവളെ മാറോട് ചേർത്ത് നിർത്തുന്ന അവളുടെ ആത്മാർത്ഥ സുഹൃത്തായ അമ്മയാകണം താനെന്നതായിരുന്നു നന്ദയുടെ ആഗ്രഹം. അനന്തേട്ടൻ എന്താ മിണ്ടാതിരിക്കുന്നത്? കാറിലെ മടക്കയാത്രയിൽ മൗനം പാലിച്ചിരുന്ന അനന്തന്റെ കയ്യിൽ തൊട്ടുകൊണ്ട് നന്ദ ചോദിച്ചു. ഒന്നുമില്ല നന്ദേ, ഡ്രൈവിങ്ങിനിടയിൽ ശല്യം ചെയ്യരുത്. അനന്തൻ അവളുടെ കൈ തട്ടിമാറ്റി. അനന്തന്റെ പരിഭവത്തിന്റെ കാരണമറിയുന്നതിനാൽ നന്ദയും മൗനം പാലിച്ചു. വീട്ടിലെത്തിയപ്പോഴും അനന്തന്റെ മുഖം വീർത്തു തന്നെയിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് മടങ്ങിയെത്തിയ മകന്റെയും മരുമകളുടെയും മുഖത്തെ ഗൗരവം കണ്ട് അനന്തന്റെ അമ്മ ദേവകിയുടെ നെറ്റി ചുളിഞ്ഞു. മോളെ, ഇങ്ങു വന്നേ. ദേവകി നന്ദയുടെ കൈയും പിടിച്ച് അടുക്കള ഭാഗത്തേക്ക് നടന്നു. അനന്തൻ അരിശത്തോടെ മുകളിലെ മുറിയിലേക്ക് സ്റ്റെപ്പ് കയറി തുടങ്ങി. എന്താ മോളെ പ്രശ്നം? അവന്റെ മുഖമെന്താ കടുന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്? ദേവകി നന്ദയോട് തിരക്കി. അമ്മേ, ആൺകുഞ്ഞ് വേണമെന്നായിരുന്നല്ലോ അനന്തേട്ടന്റെ ആഗ്രഹം. കുഞ്ഞ് പെണ്ണാണ് ആവുന്നത്രേ. ഞാൻ പറഞ്ഞതാണ് കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തരുതെന്ന്. പക്ഷേ അനന്തേട്ടൻ കേട്ടില്ല. നന്ദയുടെ ശബ്ദമിടറി. മോൾ വിഷമിക്കണ്ട, ഞാൻ അവനോട് സംസാരിക്കാം. യാത്ര കഴിഞ്ഞെത്തിയത്തില്ലല്ലോ ഉള്ളൂ, മോൾ വിശ്രമിക്കേ. ദേവകി മരുമകളെ സമാധാനിപ്പിച്ചിട്ട് അനന്തന്റെ അരികിലേക്ക് ചെന്നു. വായനാമുറിയിൽ സിഗരറ്റും പുകച്ച് അസ്വസ്ഥയായ മനസ്സോടെ മേശയിൽ കാലുകയറ്റി വെച്ച് ചാരുകസേരയിൽ ആലോചനയോടെ ഇരിക്കുകയായിരുന്നു അനന്തൻ. പിന്നിൽ അമ്മയുടെ മുരടനക്കം കേട്ട അനന്തൻ സിഗരറ്റിനെ ആഷ്ട്രയിലേക്ക് കുത്തിക്കെടുത്തിയിട്ട് എഴുന്നേറ്റു. നീ ഈ ശീലം നിർത്തിയില്ല അല്ലേടാ? ഇരുന്നോ ആട്ടെ, എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ദേവകി മകനോട് തിരക്കി. ഒന്നുമില്ലമ്മേ, മനസ്സിനൊരു സുഖമില്ല. അനന്തൻ കസേരയിലേക്ക് ഇരുന്നു. ആ സൂക്കേടിന്റെ കാര്യം ഞാൻ അറിഞ്ഞു മോനെ. നീ ചെയ്തത് തെറ്റാണ്. കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തിരക്കരുതായിരുന്നു. ആണായാലും പെണ്ണായാലും ദൈവം തരുന്നതല്ലടാ. ദേവകി സൗമ്യമായി അനന്തനോട് സംസാരിക്കാൻ തുടങ്ങി. വന്നു കയറിയതും അവൾ അമ്മയോട് കുറ്റം പറയാൻ തുടങ്ങിയോ? അമ്മ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. അവൾ കുറ്റമൊന്നും പറഞ്ഞില്ല, കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? ദേവകി മകനോട് തിരക്കി. അമ്മേ, ആ കുഞ്ഞിന് നമുക്ക് വേണ്ട. അമ്മ വേണം അവളെ സംസാരിച്ച് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴാണെങ്കിൽ അബോർഷന് എളുപ്പമാണ്, ഇനി വൈകിയാൽ ബുദ്ധിമുട്ടാകും, അനന്തൻ പറഞ്ഞു. ഒരു അടിയുടെ ഒച്ചമുറിയിൽ മുഴങ്ങി. എന്താടാ അസുരവിത്ത് നീ പറഞ്ഞത്? നീ എന്റെ വയറ്റിൽ ജനിച്ച് പോയലോടാ മഹാഭാവി. അനന്തൻ കവിളിൽ കൈവച്ചു. ദേവകി കൈ കുടഞ്ഞുകൊണ്ട് എരിയുന്ന കണ്ണുകളോടെ അവനെ നോക്കി. അമ്മ എന്നെ തല്ലിയാലും ശരി, വിഷം തന്നു കൊന്നാലും ശരി, എന്റെ നിലപാട് മാറില്ല. നിങ്ങൾ സമ്മതിച്ചില്ലേ ഞാൻ മറ്റു വഴികൾ തേടേണ്ടി വരും. അനന്തന്റെ ശബ്ദം കനത്തു. ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കണമെന്നായിരുന്നടാ എന്റെ ആഗ്രഹം. പക്ഷേ കിട്ടിയത് നിന്നെയായിരുന്നു. കൊന്നുകളഞ്ഞില്ല നിന്നെ ഞാൻ. അങ്ങേയറ്റം സ്നേഹിച്ചും ലാളിച്ചും തന്നെയാണ് നിന്നെ ഞാൻ വളർത്തിയത്. ജീവിതത്തിൽ ആദ്യമായ അമ്മയ്ക്ക് നിന്നെ തല്ലേണ്ടി വന്നു. അച്ഛൻ പോയതിനു ശേഷം നിനക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ജീവിച്ചത്. എന്റെ മോനെ അമ്മ തല്ലി, ക്ഷമിക്കും മോനെ. ദേവകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മകന്റെ തലയിൽ തലോടിയിട്ട് അവർ പുറത്തേക്ക് നടന്നു. അനന്തൻ നന്ദയുടെ അടുത്തേക്ക് ചെന്നു. കട്ടിലിൽ കിടന്ന് മയങ്ങുകയായിരുന്ന നന്ദ അനന്തന്റെ അവൾക്കരികിലിരുന്ന് അവൻ അവളുടെ കയ്യിൽ തൊട്ടു. നന്ദ ഉണർന്നു. എന്താ നന്ദേട്ടാ? അവൾ എഴുന്നേറ്റിരുന്നു. ഒന്നുമില്ല നന്ദേ, പറഞ്ഞുകൊണ്ട് അവൻ കട്ടിലേക്ക് കിടന്നു. അനന്തേട്ടന് നമ്മുടെ മോളെ ഇഷ്ടമല്ലല്ലേ? വിഷമത്തോടെ ചോദിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചു. അങ്ങനെയല്ല നന്ദേ, എന്തോ ഞാൻ ആഗ്രഹിച്ച് നടന്നില്ല, അതിൻ്റെ ഒരു ചെറിയ വിഷമം. ഏട്ടന് ചെറിയ വിഷമമല്ലെന്ന് എനിക്കറിയാം. അവൾ അവന്റെ മാറത്തു നിന്നും തലമാറ്റി അവനരികിലേക്ക് കിടന്നുകൊണ്ട് അവന്റെ കൈയെടുത്ത് തന്റെ വയറിലേക്ക് വെച്ചു. ഇവളെ വേണ്ടെന്ന് അനന്തേട്ടന് തോന്നുന്നുണ്ടോ? പറയേ, എങ്കിൽ കൊന്നേക്കാം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നന്ദേ പ്ലീസ്. അനന്തന് വല്ലായ്മ തോന്നി. അനന്തേട്ടന്റെ വയറിൽ നിന്ന് തലവെച്ച് നന്ദ പറഞ്ഞു.
അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അനന്തൻ അവളുടെ വയറിലേക്ക് തലവെച്ച് ചെവി കൂർപ്പിച്ചു. അവൾ അവന്റെ ശിരസിൽ തലോടി. അച്ഛനെന്നെ കൊല്ലാണോ? നന്ദയുടെ വറയിൽ നിന്നും ഒരു പെൺകുഞ്ഞിന്റെ ശബ്ദം കേട്ടതുപോലെ അനന്തന് തോന്നി. അവൻ വീണ്ടും ചെവി കൂർപ്പിച്ചു. പറയച്ചാ, അച്ഛനെന്നെ കൊല്ലാണോ? അച്ഛ, ഒരു പെൺകുഞ്ഞാണ് മകളും കാമുകിയും ഭാര്യയും സഹോദരിയും അമ്മയും ആകുന്നത്. അച്ഛൻ പോലും ഒരു പെണ്ണിന്റെ വയറ്റിൽ നിന്നാണ് ജന്മം കൊണ്ടത്. പറയച്ച, അച്ഛനെന്നെ കൊല്ലാണോ? വീണ്ടും ആശ്ചര്യശ്ശേരി പോലുള്ള ചോദ്യം അനന്തന്റെ ചെവിയിൽ മുഴങ്ങി. അനന്തൻ ഞെട്ടലോടെ തലമാറ്റി. അവൻ ആലോചനയോടെ തലയിണയിലേക്ക് തല ചായ്ച്ചു. നന്ദ അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് മഴക്കത്തിലേക്ക് വഴുതി വീണു. ലേബർ മുറിയുടെ മുന്നിൽ അസ്വസ്ഥനായി നഖവും കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുകയായിരുന്നു അനന്തൻ. ദേവകിയും അസ്വസ്ഥതയോടെ കസേരയിൽ ഇരിപ്പുണ്ട്. ആരാ അനന്തൻ? ലേബർ മുറിയിൽ മുന്നിൽ നിന്നും ഒരു നെയ്സ് എത്തി. ഞാനാണ്. അനന്തൻ നെയ്സിന്റെ മുന്നിലെത്തി. സുഖപ്രസവമായിരുന്നു, അകത്തേക്ക് വരൂ. നെയ്സ് അനന്തനെ അകത്തേക്ക് വിളിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും കുറച്ചു മാറിയുള്ള ഒരു മുറിയിൽ നന്ദയും കുഞ്ഞും കിടപ്പുണ്ടായിരുന്നു. നെയ്സ് കുഞ്ഞിനെ എടുത്ത് അനന്തനെ നീട്ടി. ആ കുരുന്നിന്റെ വിരൽ അനന്തന് നേരെ നീണ്ടു. നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ അനന്തൻ കുഞ്ഞിനെ വാങ്ങി. കുഞ്ഞിന്റെ മുഖത്തെ തുരുതുരാ ഉമ്മ വെച്ചു. കുഞ്ഞിന്റെ സുന്ദരമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളെ ഇല്ലാതാക്കാൻ തോന്നിയ നിമിഷത്തെയോർത്ത് സ്വയം ശപിക്കുകയായിരുന്നു അനന്തൻ. കുഞ്ഞിനെ മാറോട് ചേർത്ത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി നിന്ന അനന്തനെ നോക്കി സന്തോഷ കണ്ണീരോടെ നന്ദ അവൾക്കരികിലേക്ക് വരാനായി നന്ദനോട് ആംഗ്യം കാണിച്ചു. കുഞ്ഞിനെ അവൾക്കരികിൽ കിടത്തിക്കൊണ്ട് നന്ദൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. അവന്റെ കണ്ണീർ അവളുടെ മുഖത്ത് വീണു. നന്ദേ, മാപ്പ്. അവൻ അവളോട് പറഞ്ഞ് മറുപടിയൊന്നും പറയാതെ നന്ദ അവന്റെ കൈ മുറുകെ പിടിച്ചു. കുഞ്ഞിന്റെ കരച്ചിൽ ആ മുറിയിൽ മുഴങ്ങി. അനന്തനും നന്ദയും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ചു.